ഹലോ ഗൈസ്, നോക്കോട്ട് യൂട്യൂബ് ചാനൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ RS200, ഈ ഒരു RS200 ഫ്ലൂറസെൻറ്റ് ഗ്രീൻ വെച്ചിട്ട് അടിച്ചിട്ട് കുറച്ച് ചെറിയൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു അതായത് എന്തൊക്കെയാണ് മോഡിഫൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയിലും, അതായത് ഏകദേശം എല്ലാ വീഡിയോയിലും നമ്മുടെ അവന്മാർ രണ്ടുപേരും, അവനും അവൻ്റെ ചേട്ടനുമായിട്ട് മുന്നിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അവർ രണ്ടുപേരിൽ അഭിനവ് എപ്പോഴും നമ്മുടെ ഏകദേശം ഏറെക്കുറെ എല്ലാ വീഡിയോയിലും അഭിനവ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് കേട്ടോ. അവർ രണ്ടുപേരും മുന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ്. അതായത് നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച്, അതായത് എന്താ പറയുക, നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും. പുറത്തുള്ള വേറെ നോയ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷം കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ മോഡിഫൈ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു പാർട്ട് നോക്കുന്നു വേട്ടാം. ആദ്യമായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ, ഈ ഒരു കളർ തന്നെയാണ് വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫുള്ള് വണ്ടിക്ക്, അതായത് എന്താ പറയുക, വണ്ടിയുടെ ഫുള്ള് സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റ് വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം സ്റ്റിക്കർ വർക്ക് ചെറിയ രീതിയിൽ ഈ എന്താ പറയുക, നമ്മുടെ നാവിഗേറ്റിൻ്റെ ആ ഒരു ചെറിയൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കളിൻ്റെ ചെറിയൊരു ഇത്, പിന്നെ ആക്രോവേക്ക് നമ്മുടെ ഡിഫിൻ്റെ ആ ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ആ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർവെല്ലി കസ്റ്റം ചെയ്ത അണ്ടർവെല്ലി തന്നെയാണ് കേട്ടോ. ഈ ഒരു അണ്ടർവെല്ലി ഇത് വേറെ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുള്ളായിരുന്നു, കസ്റ്റം ചെയ്തിട്ടുള്ള പാർട്സ്. പിന്നെ ഈ ഒരു ഫ്രണ്ട് വൈസ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിഞ്ചയുടെ വൈസറാണ് ഈ ഒരു ഇരിക്കുന്ന. ഈ ഒരു ഫിൻബ്ലോ വൈസർ വന്നിട്ട് നിഞ്ചയുടെ വൈസറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പിരികം കണക്ക് വരുന്ന ഈ ഒരു ലൈറ്റിൽ മുകളിൽ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു, അതായത് ഫ്ലൂറസെൻറ്റ് ഗ്രീൻ ലുക്ക് തന്നെ ഈ ഒരു വിംഗ്ലെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. RS200 തന്നെ കസ്റ്റം സാധനം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മറു സൈഡിൽ അതേപോലെ തന്നെ, അതായത് ഈ ഒരു നാവിഗേറ്റിൻ്റെ ആ ഒരു സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർവെല്ലിയിൽ ആക്രോവേക്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ആ ഒരു സ്റ്റിക്കർ വർക്ക് മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ മിറർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിറർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫ്രണ്ടിൽ ആ ഒരു വൈസറിൽ ഗോപ്രോയുടെ സ്റ്റിക്കർ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിൽ ഫുള്ള് ഫ്ലൂറസെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിനിഷിങ്, അതായത് ഈ ഒരു ബ്ലാക്ക് പെയിൻ്റ് ആണ് കേട്ടോ. അതാരെയും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്റ്റിക്കർ വർക്കാണെന്ന് ആയിരിക്കും, പക്ഷേ ഇത് പെയിൻ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീലി ബാറാണൊക്കെ ജസ്റ്റ് ഷോക്ക് അത്യാവശ്യം ബലമുണ്ട് കേട്ടോ. ഷോക്ക്, അതായത് പുറകെ ഇരിക്കുന്നവർക്ക് പുറകിലോട്ട് പോകാതിരിക്കാൻ, വണ്ടി ഒന്ന് കൈ കൊടുത്ത് എടുക്കുന്ന ടൈമിൽ പുറകിലോട്ട് പോകാതിരിക്കാനായിട്ടൊരു വീലി ബാർ ജസ്റ്റ് ഒന്ന് അത് ഷോക്കാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ടെയിൽ അസംബ്ലി ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്പർ പ്ലേറ്റ് അടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെയിൽ അസംബ്ലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, അത് ചെയ്യണമെന്ന് പറയാനായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ബാക്കി അറിയില്ല. ഓക്കെ, പിന്നെ ഈ വണ്ടി വന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ബാക്ക് റിമ്മിൽ ഗോൾഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വണ്ടിക്ക് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ വ്യത്യാസമായിട്ടൊന്നും വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയുടെ മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്, വേറെ റിവ്യൂ ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഗൈസ്, അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.